നോക്കൂ നിഷാദെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഭാവിയിൽ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ വളർന്നു വരുന്ന സാഹചര്യം, അവർ ജയിക്കാനുള്ള സാഹചര്യം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്നയാൾ ഭാവിയിൽ ഇന്ന രീതിയിലേക്ക് മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ പൂർവ്വകാല ചരിത്രങ്ങളും ചകഞ്ഞുകൊണ്ട് ആരും ആരെയും വളർത്താറുമില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ചില പ്രതിസന്ധികളിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്താറുണ്ട്. അങ്ങനെ എത്തിയ ഒരു ഘട്ടമാണ് കോൺഗ്രസിൽ നിന്നുള്ളത്. അങ്ങനെ എത്തിയ ഒരു ഘട്ടമാണ് CPM മുമ്പുണ്ടായിരുന്നതും CPM ഇപ്പോഴുള്ളതും. ഈ രണ്ട് ഘട്ടം ഞാൻ ഒന്ന് താരതമ്യം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. താങ്കൾ തന്നെ പൂർത്തിയായിക്കോളൂ. പക്ഷേ എനിക്കൊരു കാര്യം എനിക്ക് വ്യക്തമാക്കി പോകണം. ആരെങ്കിലും ഏതെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് വിചാരിച്ച് നേരത്തെ നില സ്വീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷഹനാസിന്റെ കാര്യം ആർഷോ ഓർമ്മിപ്പിക്കുന്നത്. ഷഹനാസ് ഷാഫിയോട് പോയി പറഞ്ഞു, ഇമാതിരി ആൾക്കാരെ ഇരുത്തിയാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കേണ്ട സംഘടനയാണ്, കുഴപ്പമാകും. പുച്ഛവും പരിഹാസവുമായിരുന്നു ഷാഫിയുടെ മറുപടി എന്നാണ് അദ്ദേഹത്തിന്റെ ഷഹനാസ് പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്ക്രീൻഷോട്ട്സായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുൻപിലുണ്ട് എന്ന കാര്യം പരാതിക്കാരായ പല ആളുകളും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഇൻസൈഡേഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുൻപേ അറിയാത്ത ഒരു സംഗതിയല്ല. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർക്കൊക്കെയും അറിയാം. രണ്ട്, താങ്കൾ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ ഉദാഹരണം എന്നാണ്. അങ്ങനല്ല, നിരവധി പരാതിയുള്ള ആളുകളെ വലവീശി പിടിച്ച് പീഡിപ്പിച്ച് ഒഴിവാക്കുന്ന ആൾ എന്ന സവിശേഷത ഈ കേസിനുണ്ട് എന്നുകൂടി ഞാൻ ആഡ് ചെയ്യാണ്. അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ നിഗമനങ്ങളാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴുള്ള ഈ കേസിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞാൻ ഇപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ആ രാഷ്ട്രീയം നിസ്സാരമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ രണ്ട് പ്രബലമായ കക്ഷികൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. ആ വേദന നമ്മൾ ചർച്ച ചെയ്തേ പോകാൻ പാടുള്ളൂ. അതിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിലുള്ളത്. അവിടെ ശ്രീ ഷഹനാസിൻ്റെ പേര് ഇവിടെ നമ്മുടെ സുഹൃത്ത് ആർഷോ പറഞ്ഞു. ഷഹനാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനൊപ്പം തന്നെ അവരിന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിലെ സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ ചാനൽ ചർച്ചകളിൽ പോലും വന്നിരുന്ന് പറയാൻ ധൈര്യപ്പെടുന്നു. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലത്തെ CPM ആളുകൾ സ്ത്രീകൾ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നുകൂടി ഷഹനാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് പ്രതിസന്ധികൾ കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും MLA സ്ഥാനത്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഡിസ്മിസ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഇന്ന് KPCC പ്രസിഡന്റും പറഞ്ഞു. അതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ കോൺഗ്രസ് നേതാക്കളെയും വനിതാ നേതാക്കളെയും സമീപിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അവരാരും പത്രസമ്മേളനം വിളിച്ച് അഭിപ്രായം പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി ചോദിച്ചതാണ്. അതാണ് ഇന്നത്തെ മാധ്യമ ശൈലി. അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിൽ തീരുമാനം ഐക്യകണ്ഠേനയായിരിക്കും. കാരണം മുമ്പ് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനവും ഐക്യകണ്ഠേനായിരുന്നു. അതിനെതിരെ ഒരു നേതാവ് പോലും രംഗത്ത് വന്നില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് നേതാക്കൾ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നും ഇദ്ദേഹത്തിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അത് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൻ്റെ ഏകോപിത രൂപം കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് കരുതാം. ഇന്ന് രാവിലെ തൊട്ട് മാധ്യമങ്ങൾ പറഞ്ഞത് ഇന്ന് ഉടൻ നടപടി. അതാര് പറഞ്ഞാന്നറിയില്ല. എന്തായാലും AICCയുടെ നിർദ്ദേശം ലംഘിച്ചു KPCC എന്നൊക്കെയായിരുന്നു രാവിലെ ചാനലുകളിൽ കണ്ടത്. പക്ഷേ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉച്ചതിരിഞ്ഞ് പറഞ്ഞു, ഇത് KPCCക്ക് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന്. ഇനി ഇതിലത്തെ പ്രതിസന്ധി, മറ്റുള്ള കക്ഷി അനുഭവിച്ച പ്രതിസന്ധി CPM അവരുടെ പൂർവ്വകാലത്ത് അവരെ ആ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ KPCCക്ക് ഒരു പരാതി കിട്ടി, രണ്ടാമതൊരു പരാതി കിട്ടി. ആ പരാതി KPCC അപ്പോൾ തന്നെ DGPക്ക് അയച്ചു കൊടുത്തു. DGP അത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസെടുത്തു. അതാണ് ഇപ്പോൾ നിഷാദ് ഇപ്പോൾ കേൾപ്പിച്ചത്. ഇതുപോലെ ഒരു 5-8 വർഷം മുമ്പ് ആർഷോയുടെ നാടായ പാലക്കാട്ട് നിന്നും ഒരു DYFI സുഹൃത്ത് CPMൻ്റെ കേന്ദ്ര സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും ഒരു പരാതി അയച്ചു. യെച്ചൂരി ആ പരാതി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അയച്ചു കൊടുത്തു. അന്ന് കോടിയേരി ബാലകൃഷ്ണയുടെ വാർത്താലേഖകർ ചോദിച്ചു, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പോലീസിന് കൊടുക്കുമെന്ന് ചോദിച്ചു. പോലീസിന് കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് പാർട്ടിക്ക് തരുന്നത്? പാർട്ടിക്ക് അതിൻ്റെതായ ചില രീതികളുണ്ട് എന്ന് പറഞ്ഞ് കോടിയേരി പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. ശരി. അതിനുശേഷം AK ബാലനാണ്. അതിനുശേഷം AK ബാലനെയും PK ശ്രീമതിയെയും ഒരു കമ്മിറ്റിയായിട്ട് ഇവർ വെച്ചു. എന്നിട്ട് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനെ തുടർന്നുണ്ടായ പ്രശസ്തമായൊരു വാചകമാണ് ഈ തീവ്രത അളക്കുന്ന നിലപാടിനെ കുറിച്ച് വന്നത്. ആ നിലപാട് പാർട്ടിയിൽ ഇന്നും ചർച്ചയാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ CPMൻ്റെ വനിതാ നേതാവ് ഒരു മുൻ MLAയുടെ കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിതീവ്ര പീഡനവും തീവ്ര പീഡനവും
എന്ന് പറഞ്ഞത്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, കാരണം ഇങ്ങനത്തെ ഭാഷയൊന്നും ഞാനധികം ഉപയോഗിക്കാറില്ല. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അക്കാലത്ത് AK ബാലനോട് അന്ന് ചോദിച്ചു വാർത്താലേഖകർ, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ക്ഷുഭിതനായിട്ട് വാർത്താലേഖകരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുണ്ടോ പരാതി? എങ്കിൽ എനിക്ക് കാണിച്ചു കേട്ടെ. ഇങ്ങനെയും ഒരു ചരിത്രം CPM ഉണ്ടായിരുന്നു. അവരാണ് ഇന്ന് ഈ കാര്യം പറയുന്നതെന്ന് എനിക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ മറ്റു കാര്യം എന്താണ്, ഇവർ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇന്ന് 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശബരിമല സ്വർണം കവർ ചെയ്ത കേസിലെ CPM നേതാക്കൾ ജയിലിലായി കിടക്കുന്ന സംഭവമാണല്ലോ. അതിൽ മുൻ MLA ജയിലിലുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിലിലുണ്ട്. അപ്പോൾ ഇന്നൊരാളുടെ ജാമ്യം കോടതി നിഷേധിച്ചു. മറ്റുള്ളത് 30 ദിവസം കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. 30 ദിവസം അന്വേഷിക്കേണ്ട കാര്യം ഈ CPM ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു തെളിവ്. രണ്ടാമത്തെ വിഷയം എന്താണ്, അതിതീവ്ര കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ വിഷയം, പാർലമെന്റിൽ ഇന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ PM ശ്രീ പദ്ധതി ഒപ്പിടാനായിട്ട് ഒരു ബ്രിഡ്ജായിട്ടൊരു പാലമായിട്ട് നിന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തൊരാളാണ്. ആ കാര്യം എന്തുകൊണ്ടാണ് ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ, അത് കേരളത്തിൻ്റെ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം എന്നുള്ളതുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലേ. അപ്പോൾ ആ പാർട്ടി അപ്പോഴും പ്രതിസന്ധിയല്ല. ഇത് കൂടുതൽ ചർച്ചയാവാത്തത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോട് കൂടുതൽ പാർട്ടി താല്പര്യം കാണിക്കുന്നവരായിരിക്കും.